10 വർഷക്കാലത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി KT ഉസ്താദ്, മദ്രസ കമ്മിറ്റിയും കുട്ടികളും ഒരുക്കിയ ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അല്പസമയം ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കാം. ഒന്ന്, ഈ സ്ഥാപനം ഈ പ്രദേശത്തെ കൊച്ചുകുട്ടികൾക്ക് അറിവിൻ്റെ മാത്രമല്ല അച്ചടക്കത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കൂടി നൽകിക്കൊണ്ടിരിക്കുക. ഇവിടെ നാം വളർത്തിയെടുക്കുന്നൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്താണെന്ന് ഈ വേദി നമ്മോട് വിളിച്ചു പറയും. മതചിന്തകളിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലും ഉപജീവന മാർഗങ്ങളിലും കാർഷിക വൃത്തികളിലുമൊക്കെ നിരവധി വ്യത്യസ്തതകൾ നാം വെച്ചു പുലർത്തുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. ഈ വൈവിധ്യങ്ങളെ ഏകോപിപ്പിക്കുന്നൊരു സംസ്കാരം, വ്യത്യസ്തതകളെ സമന്വയിപ്പിക്കുന്നൊരു സംസ്കാരം, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന, എല്ലാറ്റിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരം നാം വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ഗ്രാമീണാന്തരീക്ഷങ്ങളിൽ വരെ നാം ഭയപ്പെടുന്ന ഒരുപാട് മാലിന്യങ്ങൾ, ഒന്നിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല, നന്നായി വിലസുന്നുണ്ട്. അറിവെമ്പാടുമുണ്ടെന്നാണ് വെപ്പ്, സമ്പത്തും ധാരാളമായി ഉണ്ട് എന്നാണ് കണക്ക്. പക്ഷേ മനുഷ്യത്വം എന്ന ഒന്ന്, സംസ്കാരമെന്ന് പറയുന്ന അക്ഷരക്കൂട്ട് ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം നമ്മെ സ്വയം ഒന്ന് വിലയിരുത്തുക. കേരളം പ്രബുദ്ധമാണെന്നാണ് പറയാറുള്ളത്. നിറം പോലും നമ്മുടെ നാട്ടിൽ വിവാദമായിട്ടുണ്ട്. ആരോട് ചോദിക്കണം? നിലവിലെ ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി. നിങ്ങളൊക്കെ വായിച്ച ഇല്ലാ കഥകൾ പറഞ്ഞ് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന പ്രഭാഷകരുണ്ട്. അതിൽ വെള്ളാപ്പള്ളിയുണ്ട്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിമാരുണ്ട്. ഒരു വെള്ളാപ്പള്ളി മാത്രമൊന്നുമല്ല കേട്ടോ, ഞാൻ ഒരാളെ പേര് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ നിയുക്തിയെപ്പറ്റി ഖുർആൻ പറഞ്ഞൊരു പാഠഭാഗം കേൾപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗം തുടങ്ങിയത്. ഈ ആശയത്തിൽ നിന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പം ആദ്യം ഓർമ്മ വരിക, നിമിഷപ്രിയ വിഷയത്തിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഇടപെട്ട് അവരുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചപ്പം മീഡിയകൾ കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചു, എന്ത് നിങ്ങളിങ്ങനെ ഇടപെട്ടത്? ഉസ്താദ് കൊടുത്തൊരു മറുപടി ഉണ്ട്, മനുഷ്യൻ എന്ന നിലക്ക്. ഉസ്താദിൻ്റെ മതവിശ്വാസം പങ്കിടുന്ന ആളല്ല നിമിഷപ്രിയ. ഒരു രാജ്യത്തെ നീതി നിയമ വ്യവസ്ഥ അവർ തെറ്റുകാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ തെറ്റുകാരി അല്ലെന്നല്ല പറഞ്ഞത്. ഇസ്ലാമിക് ശരീഅത്ത് ലോയിൽ കൊല്ലപ്പെട്ട ആളിൻ്റെ അടുത്ത ബന്ധുക്കൾക്കും അവകാശികൾക്കും നിരുപാധികമോ സ്വാഭാവികമോ ആയ രൂപത്തിൽ കുറ്റവാളിക്ക് മാപ്പ് നൽകാനുള്ള ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഉമർ ഹഫീൽ എന്ന് പറയുന്ന യമനിലെ പ്രസിദ്ധനായ പണ്ഡിതൻ്റെ കാർമ്മികത്വത്തിൽ
നടപടിക്രമങ്ങൾ സ്വീകരിച്ചപ്പം അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കുറ്റവാളികൾ ഒത്തിരി പേര് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു പേര് നാഥുറാം വിനായക് ഗോഡ്സെയുടെ പേരാണ്. മറ്റൊരു പേര് അമീൻ അജ്മൽ കസബിൻ്റെതാണ്. അമീൻ അജ്മൽ കസബ് അന്യനാട്ടുകാരനാണ്. നമ്മുടെ രാജ്യത്ത് വന്ന് കാട്ടാളത്തവും തമ്മാടിത്തവും നടത്തിയപ്പം രാജ്യത്തെ നിയമവ്യവസ്ഥ, നീതി വ്യവസ്ഥ ആ മനുഷ്യൻ തെറ്റുകാരനാണെന്ന് കണ്ടെത്തി വിധിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വകുപ്പില്ല കേട്ടോ. അമീൻ അജ്മൽ കസബിനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ബാംഗ്ലാദേശ് ഭരണകൂടമോ ബാംഗ്ലാദേശ് ആളുകളോ പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഇല്ല. പക്ഷെ യമനിൽ ഇസ്ലാമിക വ്യവസ്ഥിതി പിന്തുടരുന്നത് കൊണ്ട് ഇസ്ലാമിക് വ്യവസ്ഥിതി പ്രകാരം, നീതിന്യായ വ്യവസ്ഥ പ്രകാരം, ലോ പ്രകാരം വ്യത്യസ്ത സെക്ഷനുകളുടെ ആനുകൂല്യത്തിൽ അവർക്ക് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ഈ വഴി കാണിച്ചു കൊടുത്തപ്പം മനുഷ്യർക്കൊപ്പം മനുഷ്യനായതുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയുക്തി എല്ലാവർക്കുമാണ്. അത് ഞാനും ഖാദർ മാഷും മാത്രമല്ല, രമേശ് ബാബുവിനോടും ഇങ്ങോട്ട് പുറത്ത് എൻ്റെ പേരെന്തായിരുന്നു, ജിജിത്തിനും, ബാക്കി എല്ലാവരും ഞാൻ പറയണ്ട, എല്ലാവരും എനിക്കറിയാവുന്ന എല്ലാവർക്കും ബന്ധപ്പെട്ടതാ. പക്ഷെ ആരോടും ഒരു നിർബന്ധമില്ല, ആരോടും ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പടപൊരുതുക. പടപൊരുതുക എന്ന് കേൾക്കുമ്പം സായുധ പടയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഹൂത്തികൾ നമ്മുടെ മനസ്സിൽ വരും, മാവോയിസ്റ്റുകൾ നമ്മുടെ മനസ്സിൽ വരും, ഭീകരന്മാർ നമ്മുടെ മനസ്സിലേക്ക് വരും, ലഷ്കർ-എ തയ്യിബയും ഹർക്കത്തുൽ മുജാഹിദീനും നമ്മുടെ മനസ്സിലേക്ക് വരും. ആ പടപൊരുതലല്ല, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക. മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം അവരുടെ ഇടയിൽ ഒരു ഏകോപനം വേണം, ഏകീകരണമല്ല. ഞാനും രമേശ് ബാബുവും ഞാൻ നിർബന്ധിക്കരുത്, ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൂടണം. രമേശ് ബാബുവും എന്ന എൻ്റെ സഹോദരനും നിർബന്ധിക്കില്ല, ഞാൻ അവരുടെ കൂടെ കൂടണം. ഞാനും നിങ്ങളും എല്ലാവരും വ്യത്യസ്തരാണ്. പല പല ഗർഭപാത്രങ്ങളിൽ അന്തിയുറങ്ങി, പല പല അടുക്കളകളിലൂടെ വളർന്ന്, പല പല വിദ്യാലയങ്ങളിലൂടെ പഠിച്ച്, പല പല ഗ്രാമീണാന്തരീക്ഷങ്ങളിൽ നിന്ന് വ്യത്യസ്തതകളെ സ്വാംശീകരിച്ച് വന്നവരാണ്. പക്ഷേ മനുഷ്യരെന്ന നിലക്ക് നാം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ ഒരു അതിമഹത്തായ സന്ദേശം ലോകത്തിന് നൽകുക എന്ന സാംസ്കാരികമായ ഒരു ദൗത്യ നിർവഹണമാണ് നാം നടത്തേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പേടിക്കൊന്നും വേണ്ടായിരുന്നു. ഈ ആയത്തിൻ്റെ അവസാനം പറഞ്ഞത് വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ. ഈ യാഥാർത്ഥ്യത്തെ, സത്യത്തെ മഹാഭൂരിപക്ഷം സമ്മതിക്കില്ല. പിന്നെ എന്തിന് യോഗി പേടിക്കണം? പിന്നെ എന്തിന് വെള്ളാപ്പള്ളി പേടിക്കണം? പിന്നെ എന്തിന് PC ജോർജുമാർ പേടിക്കണം? മുസ്ലിങ്ങൾ എങ്ങനെ പെറ്റുപെരുകിയാലും ലോകത്തും ഭൂരിപക്ഷമാകില്ല, ഇന്ത്യയിലും ഭൂരിപക്ഷമാകില്ല, കേരളത്തിലും ഭൂരിപക്ഷമാകില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ ഖുർആന്റെ പ്രഖ്യാപനം നടക്കാതെ പോകും. ഖുർആൻ പറഞ്ഞതത്രയും സത്യമാണെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പം ഖുർആന്റെ കുറേ പാഠങ്ങളുണ്ട്. ശാസ്ത്രലോകം അനവധി കാലങ്ങൾ കഴിഞ്ഞ് കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളെ 1400-500 കൊല്ലം മുമ്പ് പ്രവാചകരിലൂടെ ഖുർആന്റെ വാക്യമായി നാം കേട്ടതാണ്. ഇത് 1-2 വിഷയങ്ങൾ മാത്രമല്ല, എല്ലാവരുടെയും മുമ്പിലുള്ളതാണ്. ഞാനൊരു ചിന്തകനെ കുറിച്ച് പറയാം. കനേഡിയൻ എഴുത്തുകാരനാണ്, അനാട്ടമി പ്രൊഫസറാണ്, ഡോക്ടർ TVN പെർസ്വാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
അദ്ദേഹം പറഞ്ഞു, നിരക്ഷരനായ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി, ഏതെങ്കിലും ഒരു പാഠശാലയിൽ പോയി അക്ഷരാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ ഒരു അബദ്ധമെന്ന രൂപത്തിൽ സംഭവിക്കുന്നതല്ല, മറിച്ച് കൃത്യമായും ലോകത്തോടും മനുഷ്യനോടും മനുഷ്യത്വത്തോടുമുള്ള ഒരു കാഴ്ചപ്പാടെന്ന നിലക്ക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നൽകുന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനങ്ങൾ മാത്രം മതി മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് സമ്മതിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുരുക്കം എന്താണെന്നറിയാമോ? ഒരു നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു പ്രയോഗം, ചക്ക വീണ് മുയൽ കിട്ടും. എവിടെ പറയല്ലേ? അത് ഒരിക്കലേ സംഭവിക്കും. എല്ലാ ചക്കയും വീഴുമ്പോൾ മുയൽ കിട്ടില്ല. അബദ്ധം പോലെ സംഭവിക്കുന്നതല്ല ഈ യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം ചിന്തിക്കുന്ന ലോകം നൽകിയിട്ടുണ്ട്. ആ ചിന്താധാരകളിൽ നിന്ന് മനുഷ്യനെന്ന മഹത്വവൽകൃത സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നത വിഭാഗത്തെക്കുറിച്ചുള്ള പഠനം നടക്കട്ടെ. അനാട്ടമിയിൽ മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. അത് മുറിച്ചു വെച്ചും ഛേദിച്ചു വെച്ചു. പാശ്ചാത്യൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയെ പഠിപ്പിച്ചിട്ടുണ്ട്. JS മില്ല് ഒരു ഭാഗത്തും മാക്സ് മുള്ളർ മറ്റൊരു ഭാഗത്തും. ഒരാൾ ഓറിയൻ്റലിസ്റ്റ് ആണെങ്കിൽ മറ്റേയാൾ ഓറിയൻ്റലിസ്റ്റ് അല്ല. JS മില്ല് അങ്ങനെയല്ല. പക്ഷെ രണ്ടുപേരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെ പുകഴ്ത്തുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പാദസേവകരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മത്സരിച്ചു എന്ന് വേണം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ചരിത്രത്തിലൂടെ മനുഷ്യനെ കാണുക, പൗരാണിക ചരിത്രത്തിലൂടെ മനുഷ്യനെ കാണുക, വേദങ്ങളുടെ ഇതിഹാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കാണുക, ശാസ്ത്രത്തിൻ്റെ കണ്ണാടിയിലൂടെ കുഴലിലൂടെ മനുഷ്യനെ നോക്കിക്കാണുക. അങ്ങനെ നോക്കിക്കാണുമ്പം പേരുകളിലെ വ്യത്യസ്തതകളുണ്ട്, ഐഡികളിൽ വ്യത്യസ്തതകളുണ്ട്, അച്ഛനമ്മമാരിൽ വ്യത്യസ്തതകളുണ്ട്, പഠിച്ച വിദ്യാലയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, തിന്നുന്ന ആഹാരങ്ങളുടെ സ്വഭാവങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ തന്നെയും അരി കൊണ്ടാണ് ഭക്ഷണമെങ്കിലും പുട്ടും പത്തിരിയും ചോറും ബിരിയാണിയുമായി പല പല വിഭവങ്ങളായി നമ്മൾ കഴിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അഭിരുചികളുടെ വ്യത്യസ്തതകളനുസരിച്ച് ആ അഭിരുചികളെ കുറിച്ച് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. എങ്ങനെയായിരുന്നാലും മനുഷ്യൻ, നമ്മൾ ഒന്നാണ്. ഞാനിപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ നേരത്തെ ഇവിടെ ഞങ്ങളെല്ലാം കണ്ണു നിറഞ്ഞു പോകും. ഫലസ്തീനിലെ ജനങ്ങളുടെ ദുരിതം. ഡോക്ടർ എം ലൈലാവതി മാഡത്തോട് അവരുടെ 98ാം ജന്മദിന ആഘോഷ സന്ദർഭത്തിൽ ആശംസകളുമായി വന്നവരോട് ഡോക്ടർ മാലതി മാഡം അവർ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ. അവർ പറഞ്ഞു, ഞാനൊരു ഓണത്തിന് കഞ്ഞിയാണ് കുടിച്ചത്. എന്തേ അങ്ങനെ കുടിക്കാൻ കാരണം? കഞ്ഞി കിട്ടാത്തവർ കൂടിയുള്ളൊരു ലോകത്ത് ആ സന്ദർഭത്തിൽ ഞാൻ കഞ്ഞി കുടിക്കുക, ചോറ് തിന്നാൻ പറ്റുമായിരുന്നു. ജന്മദിനാശംസകളുമായി വന്ന ആളുകളോട് അവർ പറഞ്ഞു, എനിക്കെൻ്റെ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഭക്ഷണം ഇറക്കാൻ കഴിയും. എന്നിട്ടോ സാംസ്കാരിക കേരളത്തിലെ ബിരുദന്മാരടക്കം ആ മഹതിയായ അമ്മയെ ട്രോളിയില്ലേ? നിങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? നന്നായി ട്രോളി. എന്തൊരു സാംസ്കാരിക ഗതികേട്. പണ്ടാരോ കേരള നിയമസഭയിൽ ഒരു MLA പറഞ്ഞിരുന്നു, സംസ്കാരം ശവസംസ്കാരമായും കൾച്ചർ അഗ്രികൾച്ചറായും മാറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ആരായിരുന്നു പറഞ്ഞ ഓർമ്മയുണ്ടോ? ആരായിരുന്നു പറഞ്ഞിരുന്നത്? ഒരു ജനപ്രതിനിധി കേരള നിയമസഭയിൽ പറഞ്ഞതാ, പേരിപ്പം ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ അതപ്പതിക്കാൻ പാടില്ല. കൾച്ചറും വേണം, അഗ്രികൾച്ചറും വേണം. ശവങ്ങളെ സൃഷ്ടിക്കരുത്. ശവമായി കഴിഞ്ഞാലോ സംസ്കരിക്കണം. ശവമാകും.
ഞാനും നിങ്ങളും നമ്മുടെ ഉപ്പുപ്പപ്പമാരൊക്കെയും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും കിടക്കാൻ ഇടമോ കട്ടിലോ കിട്ടില്ല. മരണവും ഒരനുഗ്രഹമാണ്. ജീവിക്കുന്ന കാലത്ത് ഈ ഭൂമുഖത്ത് വസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വിഭവങ്ങളും ഇവിടെയുണ്ട്. വ്യവസ്ഥിതിയുടെ കുഴപ്പം കാരണം ചില ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കുമൊക്കെ മതിയായ സൗകര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അധികാരം കൈയാളുന്ന മുഷ്കിന്റെ ഉടമകൾ അവരെ ഭരിക്കുന്ന വൃത്തികെട്ട വ്യവസ്ഥിതികളുടെ ഫലമായി മനുഷ്യനെ ചൂഷണം ചെയ്യുമ്പം ഉള്ളവൻ ഉണ്ട് എന്നതിൻ്റെ കൂടെ ഇല്ലാത്തവന് ഒന്നും കിട്ടാതെ പോകുന്ന അവസ്ഥയുണ്ട്. തിന്ന് തുടുത്ത് വയറ് വീർത്ത് മരിക്കുന്നവരാണ് ഒന്നും തിന്നാതെ മരിക്കുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതലെന്ന് ലോകത്തെ പഠനം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്നം, വെള്ളം യുദ്ധോപകരണമായി ആയുധമായി ഉപയോഗിക്കുന്ന ബൈബിൾ സദാ നിൽക്കുന്നുണ്ട്. ആധുനിക ലോകത്തെ ഹിറ്റ്ലറാണ്, മുസോളിനിയാണ് നെതന്യാഹു. രക്തപ്പുഴ നീന്തി അക്കരെ പറ്റിയിട്ട് രക്ഷപ്പെടാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുവെങ്കിൽ ചരിത്രം അദ്ദേഹത്തിന് നൽകുക കാവ്യനീതി നമ്മളൊക്കെ സാധാരണ പറയല്. ഞാൻ പറയുന്നത് അനിവാര്യ നീതി ലോകം നെതന്യാഹുവിന് നൽകും. തിയഡോർ ഹെർസലിൻ്റെ മണ്ടയിലുദിച്ച ചീത്ത ചിന്തകളുടെ സമാഹാരത്തിൻ്റെ പേരാണ്, അതിൻ്റെ ഒരു സംഘടിത രൂപത്തിൻ്റെ പേരാണ് സയണിസം. ആ സയണിസം പാലസ്തീനിൻ്റെ മണ്ണിൽ ഗസയിൽ ജനങ്ങളെ ബോംബിട്ട് വെടിവെച്ച് വെള്ളം മുടക്കി, അന്നം മുടക്കി, വൈദ്യുതി മുടക്കി കൊന്നുകൊണ്ടിരിക്കുക. എന്തൊരു വൃത്തികെട്ട ലോകം! എന്താണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ കാരണം? അത് ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ പിടി കിട്ടി. അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക. എന്താണ് അവരുടെ ലക്ഷ്യം? നിങ്ങൾ വിചാരിക്കുന്ന ഇത്തിരി വട്ടത്തിലെ ഫലസ്തീനല്ല അവരുടെ സ്വപ്നഭൂമി. യൂഫ്രട്ടീസും ടൈഗ്രീസും അടക്കമുള്ള നൈൽ നദീതടം തൊട്ട് ലോകത്തെ ഉത്തമവും ഉന്നതവുമായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്ന ഭൂതലങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ കരവലയത്തിൽ ഒതുങ്ങുന്ന വിശാലമായൊരു ഭൂപ്രദേശം. ഫാസിസത്തിനും അങ്ങനെ ചില ഭൂപ്രദേശമുണ്ട്. അത് തൽക്കാലം ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർ കാണിക്കുന്ന തെമ്മാടിത്തമാണ്. ഈ തെമ്മാടിത്തത്തിനെതിരെ പ്രമേയം കൊണ്ടൊരു പ്രയോജനവുമില്ല. പിന്നെന്തു വേണം? അമേരിക്കയുടെയും അടക്കമുള്ള ബിഗ് പവേഴ്സിന്റെ കയ്യിലെ വീറ്റോ വെപ്പണുണ്ട്. ആ ആയുധം അവർ പ്രയോഗിക്കും. എന്നാലും സുരക്ഷാ കൗൺസിലും UN-ലും പരാജയപ്പെട്ടാലും മനുഷ്യത്വം ബാക്കിയുള്ള ലോകരാഷ്ട്രങ്ങൾക്കും ജനങ്ങൾക്കും ഇസ്രയേലിനോട് നയതന്ത്രപരമായ യുദ്ധത്തിലൂടെ വിജയിക്കാനാകും. വ്യാപാര കരാറുകളും നയതന്ത്ര കരാറുകളും ആയുധ ഇടപാടിൻ്റെ കരാറുകളും വ്യാപാര കരാറുകളും റദ്ദ് ചെയ്യാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറായാൽ നെതന്യാഹു പഠിക്കും, വരാനിരിക്കുന്ന മറ്റു നെതന്യാഹുമാരും പഠിക്കും എന്നും മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഞാൻ കൂടുതൽ സമയമെടുത്തു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന വിനീതമായൊരു അഭ്യർത്ഥനയോടെ, ഉദ്ഘാടനം കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇരിക്കാറാണ് പതിവ്. ഇന്ന് എനിക്ക് അല്പം തിരക്കുണ്ട്. നമ്മളെ കൊച്ചുകുട്ടികളുടെ നബിദിന യോഗത്തിൽ പറയുന്നത്, എനിക്ക് മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തും എന്നൊക്കെ പറയും. ഞങ്ങളവിടൊക്കെ അങ്ങനെയാണ്. ഇവിടെ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടികൾക്ക് അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഉള്ളത് കൊണ്ടുകൂടി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സ്വലാത്തുൻ വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. അസ്സലാമു അലൈക്കും.